എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്. ഡോണട്ട് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഡോണട്ട് വീട്ടിലുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാ ചേരുവകളൊക്കെ മതി ഇത് തയ്യാറാക്കാനായിട്ട്. ചോക്ലേറ്റുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാ ചേരുവ വെച്ചിട്ട് ചെയ്യുന്ന രീതിയും കാണിക്കുന്നുണ്ട്. അപ്പം മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണട്ട് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഡോണറ്റിൻ്റെ ഒരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല, ഒരു ഇളം ചൂട് മാത്രമേ പാലിന് കാണാവുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ്, അതായത് ഒരു 250 ml ഇളം ചൂടുള്ള പാൽ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഡോണറ്റിനുള്ള മാവ് നമ്മൾ റെഡിയാക്കുമ്പോൾ അളവുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു ടേസ്റ്റിൽ നമുക്കിത് ചെയ്തിട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ അഥവാ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യണമെന്നില്ല, പൊടിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്താലും ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഡ്രൈഡ് ഈസ്റ്റ് എടുക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഈസ്റ്റൊക്കെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് പൊങ്ങി കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ല, ഈസ്റ്റ് ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്കൊരു 10 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ആ ഒരു മുട്ടയുടെ മഞ്ഞക്കരും വെള്ളമൊക്കെ നന്നായിട്ട് പാലിൽ മിക്സ് ആവണം. ആ ഒരു രീതിക്ക് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 2.25 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. 250 ml ഈ ഒരു കപ്പിലാണ് കേട്ടോ 2.25 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദ 2.25 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഇത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മസാലക്കൂട്ടൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ കാണുന്ന ഒരു ജാതിക്കയുടെ ഒരു കുരുവാണ്. ഒന്നെങ്കിൽ ജസ്റ്റ് പൊടിച്ചിട്ട് ഒരു 2 നുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതൊരു 2 നുള്ളൊക്കെ മതി കേട്ടോ, ഒരുപാട് വേണ്ട. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഡോണറ്റിന് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. കൂടാതെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പഞ്ചസാര പൊടി ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു പാലിൻ്റെ ഈസ്റ്റിൻ്റെ ഒക്കെ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു തവിയുടെ ഒരു പിടിയോ വെച്ചിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ നമ്മൾ കൈ കൊണ്ടങ്ങ് മിക്സ് ചെയ്യേണ്ട, കയ്യിലൊക്കെ ഒരുപാടങ്ങ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പില്ലാത്ത ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്കോ ഇതുപോലെ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മാവ് ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കും 1 ടീസ്പൂണോളം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇതിലേക്ക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അഥവാ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ നമ്മൾ ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ തന്നെ ചേർത്ത് കൊടുത്തിട്ട് കയ്യിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതെ ഒരു പരുവത്തിൽ നിന്ന് കുഴച്ചിട്ടെടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ മാവ് നല്ല സോഫ്റ്റാക്കി ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഒരു കോട്ടൺ തുണി വെള്ളത്തിൽ മുക്കി നനച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് പിഴിഞ്ഞിട്ടെടുക്കുക. എന്നിട്ട് ആ ഒരു തുണി കൊണ്ട് ഇത് മൂടുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് എടുക്കുകയോ ചെയ്യുക. ഈ ഒരു മാവ് നമുക്ക് നല്ല ഡബിൾ ആയിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ല ഡബിൾ ആയിട്ട് തന്നെ കിട്ടും. നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അത്രയും സമയം വേണ്ടി വരത്തില്ല കേട്ടോ. അതിന് മുമ്പേ നമുക്ക് മാവ് നല്ല ഡബിൾ ആയിട്ട് തന്നെ കിട്ടും. ഇനി അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ 2 മണിക്കൂറിൽ കൂടുതൽ സമയം എടുത്തൊന്നും വരാം. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 1.5 മണിക്കൂർ ആയപ്പോഴത്തേക്കും മാവിടെ കണ്ടില്ല നല്ല ഡബിൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മാവ് നല്ല ഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സമയത്ത് ഇതുപോലെ ഒരു മൂടി തുറന്നിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ ഇതുപോലെ ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മൈദ നമുക്ക് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു മാവ് ഇതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മാവിൽ ആ ഒരു ഒട്ടൽ മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ ഒരു സമയത്ത് നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കുന്നത്.
അപ്പോൾ വളരെ കുറച്ച് മാത്രം പൊടിയിട്ട് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ആ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മളിപ്പോൾ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു മാവ് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഡ്രൈ ആയിട്ട് പോകും. ഇനി ഒരു മാവ് ഇതിലേക്ക് വെച്ചിട്ട് വളരെ കുറച്ച് മാത്രം പൊടി അതിൻ്റെ മുകളിലേക്കും കൊണ്ടൊന്ന് തൂക്കി കൊടുക്കുക. ആവശ്യത്തിന് മാത്രം ഇതുപോലെ വളരെ കുറച്ച് പൊടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് കട്ടിയങ്ങ് കുറഞ്ഞു പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയങ്ങ് കൂടാനും പാടില്ല. ഏത് കണ്ടില്ല, ഞാനിപ്പോൾ ഈ ഒരു കട്ടിക്കാനായിട്ട് ഇവിടെ മാവ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡോണട്ട് കുറച്ചും കൂടി നല്ല വണ്ണത്തിലിരിക്കണമെങ്കിൽ ഇതിലും കുറച്ചും കൂടി കട്ടി കൂട്ടി നമ്മളൊന്ന് പരത്തിയിട്ടെടുത്താൽ മതി. അപ്പം കുറച്ചും കൂടി നല്ല വണ്ണത്തിലുള്ള ഒരു ഡോണട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഡോണട്ട് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഇതുപോലെ റൗണ്ട് ഒരു പാത്രം എടുക്കുക. ഇതുപോലെ ഒരു റൗണ്ട് പാത്രം വെച്ചിട്ട് ആദ്യം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ബാക്കി വന്നിരിക്കുന്ന മാവും ഇതുപോലെ റൗണ്ട് അകം കട്ട് ചെയ്തിട്ടില്ലേ, ആ ഒരു മാവും കൂടെ നമുക്ക് അങ്ങെടുത്ത് മാറ്റിയേക്കാം. ബാക്കി വന്നത് ഒന്നും കൂടി കുഴച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഡോണറ്റ് കട്ടർ ഒന്നും ഇല്ലെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളതും ഈ ഒരു കട്ടിക്ക് തന്നെ നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പൊടി നന്നായിട്ട് ഒരു പാത്രത്തിലൊന്ന് തൂക്കണേ. അപ്പോൾ ഇതുപോലെ പാത്രത്തിൽ നമ്മൾ പൊടിയൊന്ന് തൂകിയതിന് ശേഷം വേണം ഈ ഒരു കട്ട് ചെയ്തതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ മാവിരുന്നങ്ങ് ഡ്രൈ ആയി പോവും. അപ്പോൾ മാവ് എല്ലാം തന്നെ പരത്തി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് കുറച്ചും കൂടി നമുക്ക് നല്ല വലിപ്പത്തിലൊന്ന് കിട്ടും. അതിനാണ് നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഞാൻ ആദ്യം കട്ട് ചെയ്തതൊക്കെ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. ബാക്കിയുള്ളത് കുറച്ചും കൂടി നല്ലപോലെ തന്നെ ഒന്ന് പൊങ്ങി വരുന്നിടം വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എണ്ണയ്ക്ക് ഒരുപാട് ചൂട് കുറയാനും പാടില്ല, ഒരുപാടങ്ങ് ചൂട് കൂടാനും പാടില്ല, ഒരു മീഡിയം ചൂട് ഉണ്ടായിരിക്കാവുള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മൾ പരത്തി ഷേപ്പാക്കി വെച്ചിരിക്കുന്നതെല്ലാം ഏകദേശം ഒരു 15-20 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒരുപാടങ്ങ് കൂടി പോകരുത്, ഒരുപാട് തീ കുറയാൻ വേണ്ട, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിന് ഇടയ്ക്ക് നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരു സൈഡ് ഒരു ഗോൾഡൻ കളർ ആയി വരുമ്പോഴത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു ഡോണറ്റിന്റെ കളർ ഒരുപാടങ്ങ് ഡാർക്ക് ആയിട്ടങ്ങ് പോകരുത്, ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കങ്ങ് എടുക്കാവുന്നതാണ്. ഇത് കണ്ടില്ല, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് എടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ല, എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് ഷുഗർ കോട്ട് ചെയ്തിട്ടുള്ള ഡോണറ്റ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ഈ ഒരു ഡോണറ്റ് നമ്മൾ പൊരിച്ചെടുത്തിട്ട് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ, നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ ഡോണറ്റിന്. ഇതുപോലെ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെക്കുക. ആ ഒരു പഞ്ചസാരയിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കിയിട്ടെടുക്കുക. ആ ഒരു ഡോണറ്റിന് ചൂടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പഞ്ചസാര പൊടി ഇതിലിരുന്ന് നന്നായിട്ട് തന്നെ പിടിക്കും. നല്ല ചൂടുണ്ടായിരിക്കണം, തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഷുഗർ കോട്ട് ചെയ്തിട്ടുള്ള ഒരു ഡോണറ്റ് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഇതിന് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും വെച്ചിട്ടുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു 150 ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 150 ഗ്രാമോളം വൈറ്റ് ചോക്ലേറ്റും വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിലും വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് വരാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുക. ഈ ഒരു ചോക്ലേറ്റ് വെച്ചിരിക്കുന്ന ഈ ഒരു പാത്രം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാത്രം ആ ഒരു വെള്ളത്തിൽ മുട്ടരുത്, ആ ഒരു പാകത്തിന് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നല്ല ലൂസാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ ഇതുപോലെ ഗ്യാസിൽ വെച്ചൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഈ ഒരു ചോക്ലേറ്റ് നമ്മളൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. കുറച്ച് സമയം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം, എങ്കിലേ ഒരു ചോക്ലേറ്റ് നല്ല ലൂസായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ചോക്ലേറ്റ് നല്ല ലൂസായി കിട്ടിയാൽ മാത്രമേ നമുക്കിത് മുക്കിയൊക്കെ കറക്റ്റായിട്ട് എടുക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ട് നല്ല ലൂസാക്കി ഞാൻ ഈ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒഴുകി പോകുന്ന ഒരു പരുവത്തിനായിരിക്കണം. ഇനി വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. ഇതുപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ സ്പൂണും കൊണ്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക.
നന്നായിട്ട് അടിച്ചടിച്ച് കൊടുത്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ നല്ല ലൂസാക്കി ഒന്ന് എടുക്കുക. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിലും അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറയാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് വേറൊരു രീതിയിലും ഈ ഒരു ഡോണറ്റ് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ഒരു പഞ്ചസാര ഒരു വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഉരുക്കി വരണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ചൊന്ന് എടുത്ത് നോക്കുക. ചെറിയതായിട്ട് നമ്മുടെ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കണം. ആ ഒരു പാകത്തിന് നമ്മൾ നാക്കിയിട്ട് എടുത്താൽ മതി. ഒറ്റനൂൽ പരുവൊന്നും ആകാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകമായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ കുറച്ച് ഡോണട്ട് ഇതുപോലെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പഞ്ചസാര ലായനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഡോണറ്റിൻ്റെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ വേണം നമ്മൾ പഞ്ചസാര ലായനി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം പോലെ ആയി പോകരുത് കേട്ടോ പഞ്ചസാര ലായനി. ചെറിയതായിട്ടൊന്ന് തിക്കായിട്ടിരിക്കുന്ന ഒരു പരുവത്തിന് വേണം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഈ ഒരു പഞ്ചസാര ലായനി ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡോണറ്റ് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഡോണറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റിലേക്കൊന്ന് മുക്കി കൊടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇനി ഒരു ഡോണറ്റ് എടുത്തിട്ട് നമുക്കൊരു വൈറ്റ് ചോക്ലേറ്റിലൊന്ന് മുക്കിയിട്ടെടുക്കാം. ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിൽ നമ്മൾ മുക്കിയെടുത്തതിൽ ഒരു ഡിസൈൻ കൊടുക്കാനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ലൈനായിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ലൈൻ പോലെ ഇതുപോലെ വരച്ചു കൊടുത്താലും മതി. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രിങ്കിൾസ് ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പ്രിങ്കിൾസ് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡാർക്ക് ചോക്ലേറ്റിൽ വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു വൈറ്റ് ചോക്ലേറ്റിൽ 1-2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ആക്കിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു പിങ്ക് കളർ കിട്ടും. അപ്പോൾ ഒരു പിങ്ക് കളർ ആക്കിയതിൽ ഞാനൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റിൽ മുക്കിയെടുത്തിട്ട് ഇതുപോലെ ഈ ഒരു സ്പ്രിങ്കിൾസ് വേണമെങ്കിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ഡോണറ്റിൽ നമ്മളൊരു പിങ്ക് കളറൊന്നും മുക്കിയെടുത്തില്ലായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഡിസൈൻ പോലെ ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ലൈൻ പോലെ വരച്ചു കൊടുക്കുകയാണ്. എങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എല്ലാം ആക്കിയിട്ടുള്ള ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ, ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ല, അകത്തെ ഒരു ടെക്സ്ചറൊക്കെ ആണെങ്കിലും നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്നല്ലേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു ഡോണറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു അളവൊക്കെ കറക്റ്റ് എടുത്ത് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.